ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 21. അരിവിലക്കിലെ ദുഷ്ടലാക്ക്. സാധാരണക്കാരൻ്റെ അന്നം മുട്ടിച്ചും രാഷ്ട്രീയ ലാഭം കൊയ്യണമെന്ന ദുഷ്ടലാക്കാണ് FCI ഗോഡൌണിൽ നിന്ന് നേരിട്ട് ഭക്ഷ്യധാന്യം വാങ്ങാൻ കേരളത്തെ അനുവദിക്കില്ലെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നത്. ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ദേശവിരുദ്ധം പോലുമായ ആസൂത്രിത മാർഗങ്ങളിലൂടെ ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ നിരന്തരം അവഹേളിക്കുന്ന ഒരു സർക്കാരിൽ നിന്ന്, അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും അത് പ്രതീക്ഷിക്കാവുന്നത് തന്നെ. പൊതുവിപണി വിൽപ്പന പദ്ധതി വഴി സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന അരി വാങ്ങുന്നതിന് സപ്ലൈകോയ്ക്കും കൺസ്യൂമർ ഫെഡിനും ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിക്കണമെന്ന സംസ്ഥാന ഭക്ഷ്യവകുപ്പിൻ്റെ അഭ്യർത്ഥന കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം തള്ളിയ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമല്ലാതെ മറ്റൊരു കാരണവും കാണാനാകുന്നില്ല. പൊതുവിപണിയിലെ വില പിടിച്ചു നിർത്തുന്ന കേരളത്തിലെ കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തെ തകർത്ത് വിലക്കയറ്റം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം സൃഷ്ടിക്കാമെന്ന വ്യാമോഹമാണ് കേന്ദ്ര സർക്കാരിനെന്ന് കാണാൻ വിഷമമില്ല. കേരളത്തിന് ആവശ്യമായ അരി നൽകുന്നുണ്ടെന്നും അധിക അരി നൽകേണ്ട ആവശ്യമില്ലെന്നുമാണ് വിലക്ക് നീക്കേണ്ടതില്ലെന്ന തീരുമാനത്തിന് കാരണമായി ഭക്ഷ്യമന്ത്രി GR അനിലിന് അയച്ച കത്തിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞുവെച്ചത്. തികച്ചും വാസ്തവ വിരുദ്ധമാണ് ഈ പ്രസ്താവനയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒരു വർഷം 14.25 ലക്ഷം ടൺ റേഷൻ ഭക്ഷ്യധാന്യം മാത്രമാണ് കേന്ദ്രം കേരളത്തിന് നൽകുന്നത്. സംസ്ഥാനത്തെ 94 ലക്ഷം റേഷൻ കാർഡ് ഉടമകളിൽ 43% വരുന്ന 52.76 ലക്ഷം വരുന്ന മുൻഗണനാ വിഭാഗം കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിന് ഇതിൽ 10.26 ലക്ഷം ടണ്ണും വേണ്ടിവരുന്നു. ബാക്കി വരുന്ന 3.99 ലക്ഷം ടൺ 57% വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് തികയില്ല. ഉത്സവ സീസണിൽ കൂടുതൽ അരി നൽകുന്നതും ഇതുമൂലം അസാധ്യമാകുന്നു. വർഷം 16.25 ലക്ഷം ടൺ ഭക്ഷ്യധാന്യം സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയതോടെ വെട്ടിക്കുറച്ച് 14.25 ലക്ഷം ടണ്ണാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് FCIയുടെ പൊതുവിപണി വിൽപ്പന പദ്ധതി പ്രകാരമുള്ള ലേലത്തിൽ പങ്കെടുത്ത് അരി വാങ്ങി വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ അരി വാങ്ങി 23ഉം 24ഉം രൂപയ്ക്കാണ് സംസ്ഥാനം വിറ്റിരുന്നത്. എന്നാൽ FCIയുടെ ലേലത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സപ്ലൈകോയെയും കൺസ്യൂമർ ഫെഡിനെയും നവംബറിൽ കേന്ദ്രം വിലക്കി. സംസ്ഥാനത്ത് അരിക്ഷാമമുള്ളതിനാൽ ഈ വിലക്ക് പിൻവലിക്കണമെന്ന അപേക്ഷയാണ് മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഇപ്പോൾ BJP സർക്കാർ തള്ളിയിരിക്കുന്നത്. FCI ഡിപ്പോ തലത്തിലാണ് ലേലം നടത്തുന്നത്. ഡിപ്പോകളിലെ ലഭ്യതയ്ക്കനുസരിച്ചാണ് ലേലം. കേന്ദ്ര സർക്കാരിന് അധികമായി ഒരു ബാധ്യതയും വരുത്താത്ത ഒരു പൊതു ഉടമ സംവിധാനത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തെ അധാർമികമായി പുറത്താകുന്നതിനു പിന്നിൽ രാഷ്ട്രീയ വൈരം മാത്രം. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ നിന്ന് സംസ്ഥാനങ്ങളെയും സർക്കാർ ഏജൻസികളെയും ഒഴിവാക്കിയ നടപടി തന്നെ സംശയാസ്പദമാണ്. പൊതുവിപണിയിൽ അരിവില വർധനയ്ക്കും സ്വകാര്യ കുത്തകകളുടെ ഇടപെടലിനും വഴിവെക്കുന്നതാണ് ഈ നടപടിയെന്ന് വിമർശനമുയർന്നിട്ടുണ്ട്. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് അരിയും ഗോതമ്പുമൊക്കെ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം ചെയ്യുന്നത്. ഫുഡ് കോർപ്പറേഷനിൽ അധികമുള്ള സ്റ്റോക്ക് കേന്ദ്രം നിശ്ചയിക്കുന്ന വിലയ്ക്ക് എടുത്ത് കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്താണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നത്. 18 രൂപയ്ക്ക് ലഭിക്കുന്ന അരി ഭാരത് റൈസ് എന്ന പേരിൽ 29 രൂപയ്ക്ക് വിൽക്കുന്ന മോദി സർക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ കൂച്ചുവിലങ്ങിൽ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും 40 രൂപയ്ക്ക് വാങ്ങുന്ന അരി സംസ്ഥാന സർക്കാർ 29 രൂപ 30 പൈസയ്ക്ക് റൈസായി വിതരണം ചെയ്യുന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. ഏകാധിപത്യ രാഷ്ട്രസങ്കല്പം മുന്നോട്ട് വയ്ക്കുന്ന സംഘപരിവാർ നിയന്ത്രിത സർക്കാർ ഫെഡറൽ തത്വങ്ങളെ മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കുമൊപ്പം ഫെഡറലിസവും നിലനിൽക്കാൻ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പൊതുതെരഞ്ഞെടുപ്പ് അതിനുള്ള അവസരമാണ്.